ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 64 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 65 മുതൽ 68 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വെച്ച് അവർ നേരിടേണ്ടി വരുന്ന അവസ്ഥ. ശേഷം അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുകയാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽ യൗമ, അന്ന് അല്ലെങ്കിൽ ആ ദിവസം. നഖ്തിമു, ഖത്തമ എന്ന് പറഞ്ഞാൽ മുദ്ര വെച്ചു അല്ലെങ്കിൽ സീല് വെച്ചു എന്നൊക്കെയാണ്. ഖാത്തിം അല്ലെങ്കിൽ ഖാത്തം എന്നൊക്കെ പറഞ്ഞാൽ മോതിരത്തിനാണത് പറയാം. മുൻകാലങ്ങളിൽ ഈ രാജാക്കന്മാരുടെയൊക്കെ മോതിരത്തിൻ്റെ മേലെയാണ് സീലുണ്ടാവുക. ആ മോതിരം കൊണ്ടാണ് പല കാര്യങ്ങളും എഴുതിയിട്ട് അതിൻ്റെ താഴെ സീല് വെക്കുക. അപ്പോൾ ഈ മോതിരവും സീലും തമ്മിൽ ബന്ധമുണ്ട്. നഖ്തിമു, നാം സീല് വെക്കും. ഖത്തമ, സീല് വെച്ചു. യഖ്തിമു, നഖ്തിമു എന്നൊക്കെ പറഞ്ഞാൽ സീല് വെക്കും, സീല് വെക്കുന്നു. മുദ്ര വെക്കും, മുദ്ര വെക്കുന്നു. ഈ സീല് വെക്കുക, മുദ്ര വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ എല്ലാം കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം അതിൻ്റെ മേലെയൊക്കെ അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഇനിയൊന്നും കൂട്ടിച്ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിൻ്റെ ഒടുവിൽ ഒരു സീല് വെക്കലുണ്ട്. സാധാരണ എഴുത്തിലൊക്കെ അവസാനം നമ്മളൊരു സീല് വെക്കും. അതല്ലാത്തൊരു സീല് വെക്കലുണ്ടല്ലോ. എലക്ഷനൊക്കെ കഴിഞ്ഞാലേ വോട്ടുകളൊക്കെ ഒന്നിച്ച് ഒരു പെട്ടിയിലാക്കിയിട്ട് അതിനൊരു സീല് വെക്കലുണ്ട്, മുദ്ര വെക്കലുണ്ട്, അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വീടോ അല്ലെങ്കിൽ കടയോ അതൊക്കെ വന്നിട്ട് പോലീസുകാർ സീല് വെക്കുമല്ലോ. അത് പിന്നെ വേറെ ആരും തുറക്കരുത്, അതിനകത്തുള്ളതൊന്നും പുറത്തേക്കും പോകരുത്, പുറത്തുള്ളതൊന്നും അകത്തേക്കും വരരുത്. ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ കത്തുകളൊക്കെ ഒന്നിച്ചൊരു ചാക്കിലിട്ടിട്ട് അത് കെട്ടിയിട്ട് അതിൻ്റെ ആ കെട്ടിയ ഭാഗത്ത് സീല് വെക്കും. അരക്ക് കൊണ്ട് അതിൻ്റെ മേലെ ഒരു സീല് വെക്കും. അപ്പോൾ അതിനകത്തേക്കൊന്നും കയറില്ല, അതിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ സീല് വെക്കുക അല്ലെങ്കിൽ മുദ്ര വെക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതവിടെ പിന്നീട് അടച്ചു വെച്ചു, അല്ലെങ്കിൽ പിന്നീട് അതിലേക്കൊന്നും അങ്ങോട്ട് പോവില്ല, അവിടെ നിന്നൊന്നും പുറത്തേക്കും വരാൻ പറ്റാത്ത രൂപത്തിൽ അത് അടച്ചു വെച്ചു, സീല് വെച്ചു, മുദ്ര വെച്ചു. ഇവിടെ എന്തിന് സീല് വെക്കുന്ന കാര്യമാണ് പറയണത്, എന്തിനെ മുദ്ര വെക്കുന്ന കാര്യമാണ് പറയണത്? അലാ അഫ്വാഹിഹിം. ഫമുൻ എന്ന് പറഞ്ഞാൽ വായ, അഫ്വാഹ് വായകൾ, അഫ്വാഹിഹിം അവസാനത്തിലൊരു ഹിം ചേർന്നാൽ അവരുടെ. അപ്പോൾ അവരുടെ വായകൾക്ക്, അലാ എന്ന് പറഞ്ഞാൽ മേൽ, അവരുടെ വായകളുടെ മേൽ എന്ന് പറഞ്ഞാൽ അവരുടെ വായകൾക്ക് സീല് വെക്കും. അലാ അഫ്വാഹിം, അവരുടെ വായകളുടെ മേൽ. വ തുകല്ലിമുന, കല്ലമ സംസാരിച്ചു, യുകല്ലിമു സംസാരിക്കും, സംസാരിക്കുന്നു. അത് സ്ത്രീലിംഗാക്കി പറയുമ്പോൾ തുകല്ലിമു സംസാരിക്കും, സംസാരിക്കുന്നു. തുകല്ലിമു നാ, അവസാനത്തിൽ നാ എന്ന് ചേർക്കുമ്പോൾ നമ്മളോട്. അത് മുളാരിയുടെ കൂടെ നാ എന്ന് ചേർക്കുമ്പോൾ നമ്മളോട് എന്നാവും. മാലിയുടെ കൂടെയാണെങ്കിൽ നാം എന്നാവും. തുകല്ലിമുന, നമ്മളോട് സംസാരിക്കും. വ, അതിന് തുടക്കത്തിലൊരു വാവുണ്ട്, അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അപ്പോൾ വ തുകല്ലിമുന, നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. എന്ത്? ഐദീഹിം, യദുൻ എന്ന് പറഞ്ഞാൽ കൈ, ഐദിൻ കൈകൾ, ഐദീഹിം അവരുടെ കൈകൾ. വ തഷ്ഹദു, ഷഹിദ സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞു. യഷ്ഹദു, തഷ്ഹദു എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കും, സാക്ഷ്യം വഹിക്കുന്നു. യഷ്ഹദു ആകുമ്പോൾ അത് പുല്ലിംഗ രൂപമാണ്, തഷ്ഹദു ആകുമ്പോൾ സ്ത്രീലിംഗ രൂപമാണ്. വ തഷ്ഹദു, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അർജുലുഹും, റിജിൽ എന്ന് പറഞ്ഞാൽ കാല്, അതിൻ്റെ ബഹുവചനമാണ് അർജുൽ, കാലുകൾ.
ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദം ഉണ്ടല്ലോ ഇതുപോലെയുള്ള റജുല്. റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ. കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ റിജാൽ എന്നാണ് പറയുക. അപ്പോൾ റജുലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം റിജാല്, റിജുലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം അർജുൽ. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ, റിജുൽ എന്ന് പറഞ്ഞാൽ കാല്. ശരി, അർജുലുഹും അവരുടെ കാലുകൾ. അപ്പോൾ വത്തഷ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. ബിമാ കാനു യക്സിബൂൻ. കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു, ചെയ്തു കൂട്ടി എന്നൊക്കെയാണ് കസബ. അതിൻ്റെ മുതാരിയാണ് യക്സിബു, തക്സിബു എന്നൊക്കെ. യക്സിബു എന്ന് പറയുമ്പോൾ അവൻ സമ്പാദിക്കും, അവൻ സമ്പാദിക്കുന്നു. യക്സിബൂൻ അത് ബഹുവചന രൂപമാണ്. അവർ സമ്പാദിക്കും, അവർ സമ്പാദിക്കുന്നു. അതിന് മുമ്പിൽ കാനു എന്നുണ്ട്. കാന ആണ്, ആകുന്നു. കാനു അവർ ആണ്, അവർ ആകുന്നു. അപ്പോൾ കാനു യക്സിബൂൻ എന്നാവുമ്പോൾ അവർ സമ്പാദിച്ചിരുന്നു എന്നാവും, അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട്. മാ കാനു യക്സിബൂൻ. മാ എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ അവർ സമ്പാദിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൂടെ അത് എന്ന് പറയുമ്പോൾ അവർ സമ്പാദിച്ചിരുന്നത്. അതിൻ്റെ മുമ്പിലൊരു ബി ഉണ്ട്. കൊണ്ട്, ഓട്, ഉടെ, പറ്റി, സംബന്ധിച്ച്, അങ്ങനെയൊക്കെയാണ് ബിയുടെ അർത്ഥം. അപ്പോൾ ബിമാ കാനു യക്സിബൂൻ അവർ സമ്പാദിച്ചിരുന്നതിനെ പറ്റി. ഇവിടെ നമുക്ക് പറ്റി എന്നുള്ള അർത്ഥം കൊടുക്കാം. അവർ സമ്പാദിച്ചിരുന്നതിനെ പറ്റി. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുന ഐദീഹിം വ തഷ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അന്നേ ദിവസം നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കും, അല്ലെങ്കിൽ സീല് വെക്കും, അല്ലെങ്കിൽ അത് മൂടി വെക്കും. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും ചെയ്യും, അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയുകയും ചെയ്യും. അവർ സമ്പാദിച്ചിരുന്നതിനെപ്പറ്റി, അവർ ചെയ്തു കൂട്ടിയതിനെപ്പറ്റി. അടുത്ത ആയത്ത് വലൗ നശാഉ ലതമസ്ന അലാ അയുനിഹിം. വലൗ നശാഉ, ഷാ ഉദ്ദേശിച്ചു, യശാഉ അവൻ ഉദ്ദേശിക്കും, അവൻ ഉദ്ദേശിക്കുന്നു. നശാഉ നാം ഉദ്ദേശിക്കും, നാം ഉദ്ദേശിക്കുന്നു. അതിനു മുമ്പിൽ ലൗ എന്നുണ്ട്, എങ്കിൽ എന്നർത്ഥത്തിൽ. ലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ. അതിനു മുമ്പിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. അപ്പോൾ വലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ല തൊമസ്ന. തൊമസ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളഞ്ഞു, തുടച്ചു നീക്കി എന്നൊക്കെയാണ്. അപ്പോൾ തമസ്ന നാം മായ്ച്ചു കളഞ്ഞു. അതിനു മുമ്പിൽ ല എന്നുണ്ട്, അങ്ങനെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തൗക്കീദിന് വേണ്ടിയിട്ടാണ്. ല തൊമസ്ന നാം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. അപ്പോൾ വലൗ നശാഉ ല തമസ്ന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. അല അയുനിഹിം, ഈ തമസ എന്നുള്ളതിൻ്റെ കൂടെ എപ്പോഴും ഒരു അല എന്നുള്ളത് ചേർന്ന് വരും. തമസ അല എന്നാണ് പദപ്രയോഗം. അപ്പോൾ അല അയുനിഹിം, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, അയുൻ കണ്ണുകൾ, അയുനിഹിം അവരുടെ കണ്ണുകൾ, അല അയുനിഹിം അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ചകളെ നാം അവരുടെ കാഴ്ചകളെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഫസ്തബഖു സിറാത്ത. ഫസ്തബഖു ഫ എന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെ, അപ്പോൾ. ഇസ്തബഖു സബഖ എന്ന് പറഞ്ഞാൽ മുൻകടന്നു, മുന്നോട്ട് വന്നു എന്നൊക്കെയാണ്. ഇസ്തബഖ എന്ന് പറയുമ്പോൾ പരസ്പരം മത്സരിച്ച് മുന്നോട്ട് വരുന്നതിനാണ് പറയാം. ഒരു മത്സരം അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇസ്തബഖു അവർ മത്സരിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കും. ഫസ്തബഖു ഫ എന്ന് പറയുമ്പോൾ എന്നിട്ട്, അല്ലെങ്കിൽ അപ്പോൾ, അങ്ങനെ. ഫസ്തബഖു അപ്പോൾ അവർ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കും, മുന്നോട്ട് വരാൻ, മുന്നോട്ട് നടക്കാൻ ശ്രമിക്കും. അസ്വിറാത്ത വഴിയിലൂടെ, വഴിയിൽ, അല്ലെങ്കിൽ ആ വഴിയിലേക്ക്. സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത, അല്ലെങ്കിൽ വഴി, മാർഗം. ഫ അന്ന ഫ അപ്പോൾ, അന്ന അന്ന എന്ന് പറഞ്ഞാൽ അവിടെ യാ ആണ്. അന്നയുടെ കൂടെ അവസാനത്തിലൊരു ഉച്ചരിക്കാത്ത യാ ആണ്. അതിനെ അലിഫ് മക്സൂറ എന്നൊക്കെയാണ് പറയാം. അങ്ങനെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ ഷദ്ദുള്ള നൂന് എഴുതിയിട്ട് പിന്നെ ഒരു അലിഫ് കൊടുക്കാറുണ്ട്, അന്ന. അപ്പോൾ നിശ്ചയമായും നാം എന്നുള്ള അർത്ഥത്തിൽ അന്നയുടെ കൂടെ ഒരു ന എന്ന് ചേർന്നിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, അത് വേറെ. ഇവിടെ ഫ അന്ന അപ്പോൾ എങ്ങനെയാണ്. യുബ്സിറൂൻ അബ്സറ കണ്ടു, യുബ്സിറു കാണും, കാണുന്നു. യുബ്സിറൂൻ അവർ കാണും, അവർ കാണുന്നു. അപ്പോൾ ഫ അന്ന യുബ്സിറൂൻ അപ്പോൾ എങ്ങനെയാണ് അവർ കാണുക, അവർ വഴി കാണുക എന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലോ നശാഉ ലതമസ്ന അലാ അയുനിഹിം
ഫസ്തബഖു സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവരുടെ കണ്ണുകളെ തുടച്ചു കളയുമായിരുന്നു. അപ്പോൾ അവർ വഴിയിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കും. എങ്ങനെയാണ് അവർക്ക് വഴി കാണുക? അടുത്തായത് വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനത്തിഹിം. വലൗ നശാഉ, വീണ്ടും തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ തുടക്കത്തിലുള്ള പോലെ തന്നെ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കണ്ട. ലവ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, നശാഉ നാം ഉദ്ദേശിക്കുന്നു. അപ്പോൾ വലൗ നശാഉ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലമസഖ്നാഹും, മസഖ എന്ന് പറഞ്ഞാൽ രൂപം മാറ്റി, പ്രകൃതം മാറ്റി എന്നൊക്കെയാണ്. മസഖ്ന നാം രൂപം മാറ്റും, ഹും അവരുടെ. അപ്പോൾ മസഖ്നാഹും നാം അവരുടെ രൂപം മാറ്റും. അതിൻ്റെ തുടക്കത്തിൽ ലാണ്ട്, അങ്ങനെ തന്നെ ചെയ്യും. ലമസഖ്നാഹും നാം അവരുടെ രൂപം മാറ്റുക തന്നെ ചെയ്യും. അലാ മക്കാനത്തിഹിം, മക്കാനത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലം, സ്ഥാനം. ഹിം അവരുടെ, മക്കാനത്തിഹിം അവരുടെ സ്ഥാനങ്ങൾ, അവരുടെ സ്ഥലങ്ങൾ. അലാ മക്കാനത്തിഹിം അവരുടെ സ്ഥാനങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് വെച്ച് തന്നെ. ഫമസ്തതാഉ, ഇസ്തതാഅ എന്ന് പറഞ്ഞാൽ സാധിച്ചു എന്നാണ്. ഇസ്തതാഉ അവർക്ക് സാധിച്ചു. അതിനു മുമ്പിൽ മാ എന്ന് വരുമ്പോൾ അവർക്ക് സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ല. അതിനു മുമ്പിൽ ഫ എന്നുണ്ട്. അപ്പോൾ ഫമസ്തതാഉ അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല. മുദിയൻ എന്ന് പറഞ്ഞാൽ പോകാൻ, അല്ലെങ്കിൽ നടക്കുവാൻ, മുന്നോട്ട് പോകാൻ എന്നർത്ഥം. വലാ യർജിഊൻ, റജഅ മടങ്ങി, അല്ലെങ്കിൽ പിന്നോട്ട് വന്നു. യർജിഉ മടങ്ങുന്നു. യർജിഊൻ അവർ മടങ്ങുന്നു. ലാ യർജിഊൻ അവർ മടങ്ങുകയില്ല. വലാ യർജിഊൻ വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. വലാ യർജിഊൻ അവർ മടങ്ങുകയും ഇല്ല, അല്ലെങ്കിൽ അവർ പിന്നോട്ട് വരികയും ഇല്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലൗ നശാഉ ലമസഖ്നാഹും അലാ മക്കാനത്തിഹിം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനത്ത് വെച്ച് തന്നെ അവരെ നാം രൂപം മാറ്റുമായിരുന്നു, അവരുടെ പ്രകൃതം മാറ്റുമായിരുന്നു. ഫമസ്തതാഉ മുദിയൻ വലാ യർജിഊൻ അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അവർക്ക് പിന്നോട്ട് വരാനും സാധ്യമല്ല. അടുത്ത ആയത്ത് വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. വമൻ നുഅമ്മിർഹു, അമ്മറ എന്ന് പറഞ്ഞാൽ ആയുസ് നൽകിയെന്നാണ്, ദീർഘായുസ് നൽകിയെന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. അമ്മറ, ഉംർ ആയുസ് അല്ലെങ്കിൽ വയസ്സ്. നുഅമ്മിറു നാം ആയുസ് നൽകുന്നു. അമ്മറ എന്നുള്ളത് മാദിയാണ്. യുഅമ്മിറു എന്നൊക്കെ പറയുമ്പോൾ അത് മുളാരിയാണ്. നുഅമ്മിറു നാം ആയുസ് നൽകും, അല്ലെങ്കിൽ നാം ആയുസ് നൽകുന്നു. ഹു അവന്, നുഅമ്മിർഹു നാം അവന് ആയുസ് നൽകും, അല്ലെങ്കിൽ നാം അവന് ആയുസ് നൽകുന്നു. അതിനു മുമ്പിൽ മൻ എന്നുണ്ട്. അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മൻ ഉപയോഗിക്കുക. അതിൻ്റെ മുമ്പിൽ ഒരു ഇസ്തിനാഫിയുടെ വാവുണ്ട്, അതിനർത്ഥം കൊടുക്കണ്ട. അപ്പോൾ മൻ നുഅമ്മിർഹു വമൻ നുഅമ്മിർഹു നാം ആർക്ക് ദീർഘായുസ് നൽകുന്നുവോ, അല്ലെങ്കിൽ നാം ആർക്കാണോ ദീർഘായുസ് നൽകുന്നത്. നുനക്കിസ്ഹു, നക്കസ എന്ന് പറഞ്ഞാൽ വിപരീതമാക്കി, അല്ലെങ്കിൽ തലകീഴാക്കി, തലതിരിച്ചാക്കി എന്നൊക്കെയാണ്. നുനക്കിസു നാം തലകീഴാക്കും, നാം വിപരീതമാക്കും, നാം പഴയ അവസ്ഥയിലാക്കും. ഹു അവനെ, നുനക്കിസ്ഹു നാം അവനെ വിപരീതമാക്കും, നാം അവനെ പഴയ അവസ്ഥയിലേക്കാക്കും, അല്ലെങ്കിൽ നാം അവനെ തലതിരിച്ചാക്കും. ഫിൽ ഹൽക്കി സൃഷ്ടിപ്പിൽ, ഖലഖ സൃഷ്ടിച്ചു, ഖൽഖ് സൃഷ്ടിപ്പ്, സൃഷ്ടി. ഫിൽ ഹൽക്കി സൃഷ്ടിയിൽ, അല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ, അല്ലെങ്കിൽ പ്രകൃതത്തിൽ. അഫല യാഖിലൂൻ, അഖല എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കി എന്നാണ്. യാഖിലു ചിന്തിച്ച് മനസ്സിലാക്കുന്നു. യാഖിലൂൻ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ലാ യാഖിലൂൻ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അതിന് മുമ്പിൽ ഒരു ഫ ഉണ്ട്, പിന്നെ ഒരു ഹംസയുണ്ട്. ആ ഫ എന്നുള്ളതിൻ്റെ അർത്ഥം അവസാനം പറയാം. ആ ലാ യാഖിലൂൻ എന്ന് ചേരുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമായിട്ട് എങ്ങനെ മാറും? അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. ലാ യാഖിലൂ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ കൂടെ ആ എന്നും കൂടെ ചേരുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ, അതിൻ്റെ ഇടയിലാണ് ഫ എന്നുള്ളത്. എന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. അഫലാ യാഖിലൂൻ അപ്പോൾ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫലാ യാഖിലൂൻ. ആർക്കാണോ നാം ദീർഘായുസ് നൽകുന്നത് അത്തരം ആളുകളെ നാം സൃഷ്ടിപ്പിൽ വിപരീത രൂപത്തിലാക്കുന്നു, അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്കാക്കുന്നു. അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം.
തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി കുറ്റവാളികളുടെ അവസ്ഥ നാളെ പരലോകത്ത് വെച്ച്. അവർ പിശാചിൻ്റെ പാത പിൻപറ്റിയതുകൊണ്ട് അവർ നരകത്തിൽ കടന്നെരിയേണ്ടി വരും. അത്തരം ആളുകളെക്കുറിച്ച് തന്നെയാണ് വീണ്ടും അള്ളാഹു പറയുന്നത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുന ഐദീഹിം വ തഷ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അത്തരം ആളുകളുടെ വായകൾക്ക് അള്ളാഹു മുദ്ര വെക്കും, വായകളെ അള്ളാഹു പൂട്ടും, അത് അടച്ചിടും. വ തുകല്ലിമുന ഐദീഹിം, അങ്ങനെ അവരുടെ കൈകൾ സംസാരിച്ചു തുടങ്ങും. വ തഷ്ഹദു അർജുലുഹും, അതിനവരുടെ കാലുകൾ സാക്ഷി നിൽക്കും, സാക്ഷ്യം പറയും. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയതിനെപ്പറ്റി, അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി, അവർ ചെയ്തു കൂട്ടിയതിനെപ്പറ്റി. അപ്പോൾ നാളെ പരലോകത്ത് സത്യനിഷേധികൾ അവർ ഈ ലോകത്ത് വെച്ച് ചെയ്ത പല കുറ്റങ്ങളും നിഷേധിക്കാൻ ശ്രമിക്കും. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലൊക്കെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാൻ ശ്രമിക്കും. ആ സമയത്ത് അവരുടെ വായകൾക്ക് അള്ളാഹു മുദ്ര വെക്കും, ആ വായ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ സത്യനിഷേധികൾ നാളെ അള്ളാഹുവിനോട് പറയുന്നതായിട്ട് ഹദീസുകളിൽ കാണാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാക്ഷ്യം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകളൊന്നും ഞങ്ങളെക്കുറിച്ചൊന്നും പറയണ്ട, മറ്റുള്ള ആളുകൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു അവരുടെ വായക്ക് സീല് വെക്കുകയാണ്. പിന്നെ അവർ തന്നെ പറഞ്ഞത്, പക്ഷേ വായ കൊണ്ടല്ല. അവരുടെ കൈകൾ സംസാരിക്കുന്നു, അവരുടെ തൊലികൾ സംസാരിക്കുന്നു, അവരുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും സംസാരിക്കുകയാണ്. ഈ ഒരു സൂറത്തിൽ കൈയിൻ്റെയും കാലിൻ്റെയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതുമാത്രമല്ല, മറ്റെല്ലാ അവയവങ്ങളും സംസാരിക്കും എന്നുള്ളത് ഖുർആൻ്റെ തന്നെ മറ്റ് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. തൊലി വരെ സംസാരിക്കും. അപ്പോൾ നമുക്ക് തോന്നാം, കയ്യിനൊക്കെ സംസാരിക്കാൻ പറ്റുമോ? തൊലിക്കൊക്കെ സംസാരശേഷി ഉണ്ടാവുമോ? നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ വായക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകിയവൻ ആരാണ്? നമ്മൾ നൽകിയതല്ലല്ലോ. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വായ കൊണ്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് നമുക്ക് നൽകിയതാരാണ്? അള്ളാഹു നൽകിയതാണ്. ആ അള്ളാഹുവിന് മറ്റേത് അവയവത്തിനും ആ കഴിവ് കൊടുക്കാൻ പറ്റൂലേ, ആ ശേഷി കൊടുക്കാൻ പറ്റൂലേ? അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹു ഈ വായക്ക് സീല് വെക്കും, മുദ്ര വെക്കും. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റും. എന്നിട്ട് കൈകൾ സംസാരിക്കും, മറ്റ് അവയവങ്ങൾ സംസാരിക്കും. വ തഷ്ഹദു അർജുലുഹും, കാലതിന് സാക്ഷ്യം പറയും. ഇപ്പോൾ കൈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കാല് പറയാണ്, അത് പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങോട്ട് നടന്നിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഓരോ അവയവങ്ങളും ഓരോന്നിനും സാക്ഷ്യം പറയാണ്. കണ്ണ് പറയാം, ഞാനത് കണ്ടിരുന്നു. അപ്പോൾ ഓരോ അവയവങ്ങളും അവിടെ സാക്ഷ്യം പറയും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മൊഴി പറയുന്നത് നമ്മുടെ അവയവങ്ങൾ തന്നെയായിരിക്കും. ഈ ലോകത്തൊക്കെ കോടതിയിൽ പലപ്പോഴും വാക്സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വക്കീലിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടൊക്കെ ചിലപ്പോൾ ചിലർ തെറ്റ് ചെയ്ത പലരും രക്ഷപ്പെടാം. തെറ്റ് ചെയ്യാത്ത ചില പാവങ്ങൾ ചിലപ്പോൾ ചില കേസുകളിലൊക്കെ കുടുങ്ങാം. പക്ഷേ നാളെ വക്കീലാവാൻ പോകുന്നത് സ്വന്തം അവയവങ്ങൾ തന്നെയാണ്. അവിടെ മൊഴി മാറ്റിപ്പറയലില്ല, കൂറുമാറലില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ തന്നെ പറയും. അതുകൊണ്ട് ഈ വായക്ക് സീല് വെക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് നീതി നിഷേധിക്കുകയാണെന്ന് വിചാരിക്കരുത്. അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറ്റുകയെന്ന് വിചാരിക്കരുത്. കളവ് പറയുമ്പോഴാണ് ആ തരത്തിൽ അയാൾക്ക് സംസാരശേഷി ഒഴിവാക്കുക. എന്നിട്ട് സത്യം പറയുന്ന സാക്ഷികളെ കൊണ്ടുവരും. ആരാണ് ഈ സാക്ഷികൾ? സ്വന്തം ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ. സ്വന്തം ശരീരം തന്നെയാണ് സാക്ഷി. കാരണം നമ്മുടെ ശരീരം കാണാതെ നമ്മളൊന്നും ചെയ്യൂലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ സാക്ഷി പറയുകയാണ്. വത്തഷ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിനെപ്പറ്റി. നോക്കൂ നിങ്ങൾ, അവർ സമ്പാദിച്ചിരുന്നതിനെപ്പറ്റി എന്നാണ് പദപ്രയോഗം. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സമ്പാദിക്കുകയാണ്. അതല്ലാതെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് അപ്പം അങ്ങോട്ട് തീരുകയല്ല. ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തു, അതങ്ങ് തീർന്നു, അങ്ങനെയല്ല. അത് വരും കാലത്തേക്കുള്ളൊരു സമ്പാദ്യമായി അവിടെ കിടക്കുന്നുണ്ട്. നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് നാളേക്കുള്ളൊരു സമ്പാദ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും നാളെ ചെല്ലുമ്പോൾ. അതിനെക്കുറിച്ച് നമ്മളുടെ ശരീരം സാക്ഷി പറയും. നോക്കൂ നിങ്ങൾ, ശരിക്കും ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് അള്ളാഹുവിന് നന്നായിട്ടറിയാം. മാത്രമല്ല മലക്കുകൾ അത് എഴുതി വെക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും അതിനു പുറമെ നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുന്നു.
എന്തിനാണ്? ഒരിക്കലും ഒരാൾക്കവിടെ നീതി നിഷേധം ഉണ്ടാവില്ല. നമുക്ക് ബോധിപ്പിച്ച് തരികയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ അംഗീകരിക്കും, അത് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരും. ഒരിക്കലും കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചെയ്തതിനെക്കുറിച്ച് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ബോധിപ്പിച്ചതിന് ശേഷം ആ മനുഷ്യന് ആകെ പറയാനുണ്ടാവുക എന്താണെന്നറിയോ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ശിക്ഷയൊന്നും കിട്ടാൻ ഞാൻ അർഹനല്ല എന്നല്ല പറയേണ്ടി വരിക. എന്നെ ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് മടക്കി അയക്കാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെയൊന്നും അല്ലാതെ ജീവിക്കാം. ഇതായിരിക്കും ആ മനുഷ്യനവിടെ പറയാൻ തോന്നുക. അതല്ലാതെ ഒരിക്കലും ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്ന് ഒരിക്കലും ഒരാൾക്കും പറയേണ്ടി വരില്ല. അങ്ങനെ പറയൂല ഒരാളും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം ഫസ്തബഖു സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ചകളെ നാം ഒഴിവാക്കുമായിരുന്നു, നീക്കുമായിരുന്നു. ഈ ഒരു ആയത്ത് മുതലുള്ള കാര്യങ്ങൾ അത് ഈ ലോകത്ത് വെച്ചുള്ള കാര്യങ്ങളാണ് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അത് പരലോകത്ത് വെച്ചുള്ള കാര്യങ്ങളുമാവാം, ഈ ലോകത്ത് വെച്ചുള്ള കാര്യങ്ങളുമാവാം. ഭൂരിപക്ഷ അഭിപ്രായം ഈ ലോകത്ത്, ഇഹലോകത്ത് വെച്ചുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത് എന്നാണ്. അപ്പോൾ വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലതമസ്ന അലാ അയുനിഹിം, അവരുടെ കാഴ്ചകളെ നാം നീക്കുമായിരുന്നു, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ചയില്ലാത്ത രൂപത്തിൽ അവരെ നാം ആക്കുമായിരുന്നു. ഫസ്തബഖു സിറാത്ത ഫഅന്നാ യുബ്സിറൂൻ. അങ്ങനെ അവർക്ക് കാഴ്ചയില്ല എങ്കിൽ അവർ വഴിയിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കും. പക്ഷേ എങ്ങനെയാണ് അവർ വഴി കാണുക? അവർക്ക് വഴി കാണൂലല്ലോ. അവരെങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇത് ഈ ലോകത്ത് വെച്ച് മനുഷ്യൻ്റെ കണ്ണുകളെ അള്ളാഹു ഇല്ലാതാക്കിയാൽ, മനുഷ്യന് കണ്ണില്ലാത്തൊരവസ്ഥ, കാഴ്ചയില്ലാത്തൊരവസ്ഥ നൽകിയാൽ ആ കാഴ്ചശക്തി മറ്റാർക്കെങ്കിലും നൽകാൻ സാധ്യമാണോ എന്നുള്ള ഒരു രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. മാത്രമല്ല ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു നമ്മുടെ കാഴ്ച ഇല്ലാതാക്കിയാൽ അത് നൽകാൻ മറ്റൊരാൾക്കും കഴിയില്ലല്ലോ. ഇതേപോലെ നാളെ പരലോകത്ത് നമ്മൾക്ക് അള്ളാഹു നൽകിയ പല കാര്യങ്ങളും എടുത്തു മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും. കാഴ്ചയെ മൂടിവെക്കാനോ, സംസാരശേഷിയെ മൂടിവെക്കാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവത്തിന് നൽകിയ അതിൻ്റെ ആ ഒരു കഴിവുകളൊക്കെ എടുത്തു മാറ്റാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല നാളെ പരലോകത്ത് എന്നതുകൂടെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് പരലോകത്തുള്ളൊരു കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അർത്ഥം വരിക. അള്ളാഹു അവരുടെ കാഴ്ചകൾക്ക് മൂടിവെക്കും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കും. അപ്പോൾ അവർ ഫസ്തബഖു സിറാത്ത, സിറാത്തിലേക്ക് അവർ കുതിക്കും. ഏതാണ് സിറാത്ത്? സിറാത്ത് എന്ന പാലം. അവർ സിറാത്ത്, പരലോകത്തുള്ള സിറാത്ത് എന്ന പാലത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഫഅന്നാ യുബ്സിറൂൻ, പക്ഷേ അവർക്ക് അങ്ങോട്ട് കാണുകയില്ല. ആ രൂപത്തിലും അതിന് അർത്ഥം കൊടുത്തവരുണ്ട്. അടുത്ത ആയത്ത് വലൗ നശാഉ ലമസഖ്നാഹും അലാ മക്കാനത്തിഹിം ഫമസ്തതാഉ മുദിയൻ വലാ യർജിഊൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനത്ത് വെച്ച് തന്നെ അവർക്ക് നാം രൂപമാറ്റം നൽകുമായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ സാധ്യമല്ല. ഇതും ഈ ലോകത്തുള്ള കാര്യമാവാം, പരലോകത്തുള്ള കാര്യവുമാവാം. ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ ലോകത്തുള്ള കാര്യമായിട്ടാണ് അതിനെ എണ്ണിയിട്ടുള്ളത്. അതായത് ഈ ലോകത്ത് വെച്ച് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഏതൊരാളുടെയും രൂപം മാറ്റാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ രൂപമല്ലാത്ത രൂപത്തിലേക്ക്, മറ്റു രൂപങ്ങളിലേക്ക് അവനെ മാറ്റാൻ അള്ളാഹുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ആയാൽ അതിൽ നിന്ന് മുന്നോട്ട് പോകാനോ ആ അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോകാനോ മനുഷ്യന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. അത് പരലോകത്ത് വെച്ചുള്ളതാണെങ്കിൽ നേരത്തെ തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു അവരുടെ രൂപം മാറ്റും. പിന്നീട് അവർക്ക് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധ്യമല്ല. ഇവിടെ എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആർക്കൊക്കെയാണോ അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് അവർക്കാണത് നൽകുക. എല്ലാവർക്കും ഈ അവസ്ഥ ഉണ്ടാവില്ല എന്നർത്ഥം. ആരൊക്കെയാണോ അതിന് അർഹതപ്പെട്ടത് അത്തരം ആളുകൾക്ക്, അതായത് കുറ്റവാളികൾക്ക്, അവർക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നർത്ഥം. പിന്നീട് അള്ളാഹു പറയുന്നു, വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫല യാഖിലൂൻ. ആർക്ക് നാം ദീർഘായുസ് നൽകുന്നുവോ അവരെ നാം വിപരീതമാക്കുന്നു, അല്ലെങ്കിൽ അവരെ നാം തലകീഴാക്കുന്നു. ഇവിടെ തലകീഴാക്കുക അല്ലെങ്കിൽ വിപരീതമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മാറ്റി പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരിക.
അപ്പോൾ നേരെ തിരിഞ്ഞു എന്ന് പറയില്ലേ, നേരെ വിപരീതമാക്കി എന്ന് പറയില്ലേ, ആ രൂപത്തിൽ. അപ്പോൾ ആർക്കാണോ നാം ദീർഘായുസ് നൽകുന്നത് അവർക്ക് സൃഷ്ടിയിൽ അല്ലെങ്കിൽ പ്രകൃതത്തിൽ നാം അവരെ തലകീഴാക്കുന്നു, അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അവരെ വിപരീതമാക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മനുഷ്യൻ്റെ അവസ്ഥ. ഏറ്റവും ആദ്യം ഒരു ശൈശവകാലമുണ്ടല്ലേ, ഈ ഭൂമിയിലേക്ക് പിറന്ന ഉടനെ ഒരു ശൈശവകാലമുണ്ട്, ശിശുവായിട്ട് ജീവിക്കുന്ന കാലം. ശരിക്കും ആ കാലത്തുള്ള അവസ്ഥ എന്താണ്? നമുക്ക് ശരിയായ രൂപത്തിൽ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാനോ ഇരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണം. മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലും അത് വൃത്തിയാക്കാനും മറ്റൊക്കെ മറ്റാളുകൾ വേണം. ഇനി ആ ഒരു മനുഷ്യൻ വളർന്നു വലുതായി വാർദ്ധക്യത്തിൽ എത്തി കുറേ ദീർഘായുസ്സാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? ഇതേപോലെ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥ. മലമൂത്ര വിസർജനം ചെയ്താൽ അതൊക്കെ വൃത്തിയാക്കാൻ മറ്റൊരാൾ വേണം, ഭക്ഷണം കഴിക്കാൻ മറ്റൊരാളുടെ സഹായം വേണം. ബലം കുറഞ്ഞു, ആൾക്ക് ആരോഗ്യം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക്, ആ പഴയ അവസ്ഥയിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് പോലെ നമുക്ക് അനുഭവപ്പെടും. ഏറ്റവും തുടക്കത്തിൽ ശിശുവായിരിക്കുന്ന സമയത്ത് പലതും പറഞ്ഞിരുന്നു, അർത്ഥമില്ലാത്ത പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത പലതും പറയുന്ന ഒരവസ്ഥ. അപ്പോൾ മനുഷ്യന് ആയുസ് കൂടുമ്പോൾ അല്ലെങ്കിൽ അവന് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. അഫലാ യാഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? ഇതൊന്നും കണ്ടിട്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടല്ലോ. അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനും അല്ലെങ്കിൽ അവർക്ക് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥ വരുത്താനും ഒക്കെ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് നാളെ പരലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? അതൊരു ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? ഈ ലോകത്ത് തന്നെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ, ആ ജീവിത ചക്രം എടുത്തു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ശൈശവം, പിന്നീട് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ആദ്യത്തെ ശൈശവാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന രൂപത്തിൽ അവനെ തന്നെ കാണാൻ സാധ്യമല്ലേ? അതൊക്കെ വെച്ച് അവന് ചിന്തിച്ചുകൂടെ? മനുഷ്യൻ വളരെ നിസ്സാരനാണ്. മനുഷ്യൻ്റെ അടുത്തല്ല മനുഷ്യൻ്റെ നിയന്ത്രണം. മനുഷ്യനെ മറ്റൊരു ശക്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും അവനെ കൊണ്ടു നടക്കുന്നതും അവന് ഈ അവസ്ഥകൾ നൽകുന്നതുമൊക്കെ മറ്റൊരു ശക്തിയാണ്. അവനെ ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് മനുഷ്യൻ വളരെ നിസ്സാരനാണ്. അള്ളാഹു ഒരാളുടെ കാഴ്ച എടുത്ത് മാറ്റാൻ ഉദ്ദേശിച്ചാൽ അതിനെ നൽകാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. അള്ളാഹു ഒരാളുടെ സംസാരശേഷി എടുത്തു മാറ്റിയാൽ അതിന് പകരം നൽകാൻ മറ്റൊരാൾക്കൊന്നും സാധ്യമല്ല. അപ്പോൾ നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ഈ കഴിവുകളൊക്കെ അവിടെ അടിയറവ് വെക്കേണ്ടി വരും. അതെല്ലാം അള്ളാഹു അവിടെ ബ്ലോക്ക് ചെയ്യും, അതവിടെ നിർത്തലാക്കും, അത് തടയും. എന്നിട്ട് സത്യം മാത്രം പറയുന്ന അവൻ്റെ അവയവങ്ങൾ അവനെക്കുറിച്ച് സത്യം മാത്രം പറയുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് മനുഷ്യ, നീ സൂക്ഷിക്കണം. നിനക്ക് ഇങ്ങനൊരവസ്ഥ വരാനുണ്ട്. ഈ ലോകത്തുള്ള നിൻ്റെ കാര്യങ്ങൾ തന്നെ നിൻ്റെ കയ്യിലല്ല. ഏറ്റവും അവസാനം എത്തുമ്പോൾ നീ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പോലും നിനക്ക് നിൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീ എത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ, നീ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നീ ചിന്തിച്ച് മനസ്സിലാക്കണം. നാളെ പരലോകത്തെക്കുറിച്ച് നീ ബോധവാനായിരിക്കണം എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിം, അവിടെ അലാ എന്നുള്ളിടത്ത് നീട്ടലുണ്ട്, അതിനുശേഷം ഹംസയാണ്. അഫ്വാഹിഹിം എന്നുള്ളതിന് തുടക്കത്തിൽ ഹംസ. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസ വന്നു, അല്ലെങ്കിൽ മദ്ദിന് ശേഷം ഹംസ വന്നു. അവ അടുത്തടുത്താണ്, പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാകുമ്പോൾ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ. അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദിഹിം, അവിടെ അങ്ങനെ തന്നെ. തുകല്ലിമുനാ അവിടെ മദ്ദുണ്ട്. ഐദിഹിം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ്, പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ. വ തഷ്ഹദു അർജുലുഹും ബിമ, അർജുലുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമാണ്, ശേഷം ബ ആണ്. ബിമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെ ഒന്ന് മണിക്കണം. അപ്പോൾ അർജുലുഹും ബിമ, നമ്മൾ ഇഖ്ലാബ് പറയാറില്ലേ, അതുപോലെ ഒരു സാവകാശമുള്ള ഒരു ഇഖ്ഫാ കൂടി, അവ്യക്തമായ രൂപത്തിൽ ഒരു സാവകാശമുള്ള ഒരു മണിക്കൽ.
അതായത് സാവകാശം ചുണ്ട് കൂട്ടിയിട്ട് ബാ പറയാൻ വേണ്ടി പൂർണ്ണമായിട്ട് ചുണ്ട് കൂട്ടുമല്ലോ, ആ രൂപത്തിൽ. അപ്പോൾ അർജുലുഹും ബിമ, അർജുലുഹും ബിമ, ബിമ കാനു യക്സിബൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വലൗ നശാ ഉ, അവിടെ നോക്കൂ, ഷാ എന്നുള്ള നീട്ടിൽ അതിനുശേഷം ഹംസ, ഉ എന്നുള്ളത് ഹംസ, രണ്ടും ഒരേ പദത്തിലാണ്. അപ്പോൾ മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിലാണ്. നിർബന്ധമായും 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ നശാ ഉ ല തൊമസ്ന അലാ ആയുനിഹിം, അവിടെ മദ് മുൻഫസിൽ. ഇനി അതെന്താണെന്ന് പറയണ്ടല്ലോ. നീട്ടലും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ. അപ്പോൾ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഫസ്തബഖു, അവിടെ ഫസ്തബഖു എന്ന് നീട്ടാനുണ്ട് ശരിക്ക്. പക്ഷേ അസ്വിറാത്ത എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്തു വസിൽ വന്നു. അങ്ങനെ വരുമ്പോൾ നീട്ടലിന് ശേഷം ഹംസത്തു വസിൽ വരുമ്പോൾ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ ഫസ്തബഖൂ അസ്വിറാത്ത എന്നല്ല പറയാം, ഫസ്തബഖു സ്വിറാത്ത. ഫസ്തബഖൂ എന്നുള്ളതിൻ്റെ നീട്ടൽ നഷ്ടപ്പെടും. ഫസ്തബഖു സ്വിറാത്ത. ഫ അന്ന, നൂൻ്റെ ശബ്ദം മണിക്കുക. യുബ് സിറൂൻ, ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. യുബ് സിറൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വലൗ നശാഉ, ഈ പദം തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. ലമസഖ്നാഹും അലാ മക്കാനത്തിഹിം ഫമസ്തതാഉ, അവിടെ ഫമാ എന്നുണ്ട്, പക്ഷേ ആ നീട്ടൽ നഷ്ടപ്പെടും. കാരണം അതിന് ശേഷം ഇസ്തതാഉ എന്ന് പറയുമ്പോൾ അവിടെ ഹംസത്ത് വസിലാണ് ഉള്ളത്. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസിൽ വന്നു, ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ ഫമാ എന്ന് പറയില്ല, ഫമസ്തതാഉ. മുദിയൻ, അവിടെ തെൻവീൻ ഉണ്ട്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. മുദിയം വല, മുദിയം വല. യർജിഊൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്തായത് വമന്നു അമ്മിർ, അവിടെ ഷദ്ദുള്ള നൂനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, അവിടെ മണിക്കണം. പിന്നെ ഷദ്ദുള്ള മീമ് വന്നു, അതിനെ മണിക്കണം. പിന്നെ റാഇന് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ്, അപ്പോൾ രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അപ്പോൾ വമന്നു അമ്മിർഹു, അവിടെ ഹു നോക്കൂ, ഹ ഉലമീർ, അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഹ ഉലമീറിനെ നീട്ടാൻ പാടില്ല. രണ്ട് ഭാഗത്തും മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിലേ ഹ ഉലമീറുകളെ നീട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് മാത്രം ശേഷം ഹർക്കത്ത് ഉണ്ടെങ്കിലും മുമ്പ് റാഇന് സുക്കൂനാണ്, സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ അതുകൊണ്ട് നു അമ്മിർഹു എന്നേ പറയൂ, നു അമ്മിർഹു എന്ന് നീട്ടി പറയില്ല. അതേപോലെ തന്നെയാണ് നുനക്കിസ് ഹു, അവിടെ അങ്ങനെയാണ്. കാരണം ആ ഹ ഉലമീറിൻ്റെ ശേഷം അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, പക്ഷേ തൊട്ട് മുമ്പ് സീനിന് സുക്കൂനാണ്, അത് ഹർക്കത്തല്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ, അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. നുനക്കിസ് ഹു എന്നേ പറയും. ഫിൽ ഹൽക്ക്, അവിടെ നോക്കൂ, ഒരു സിലി കാണാം. പാരായണം നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ നിർത്തുകയാണെങ്കിൽ ഹൽക്ക്, അവിടെ ഖാഫിന് സുക്കൂനിട്ടിട്ട് വേണം നിർത്താൻ. അങ്ങനെയാകുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നു, കുറച്ച് വെളിവാക്കി പറയണം. ഹൽക്ക് ഹൽക്ക് എന്നുള്ള രൂപത്തിൽ എടുത്ത് പറയണം. ഇനി അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ഫിൽ ഹൽഖി അഫല എന്നുള്ള രൂപത്തിൽ അവിടെ എഴുതിയ പോലെ പാരായണം ചെയ്താൽ മതി. അഫല യാഖിലൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമ്മൾ ഈ അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇടയ്ക്കൊക്കെയാണ് നമ്മളതിൻ്റെ നിയമം കൃത്യമായിട്ട് പറയാറുള്ളത്. ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പല ഭാഗത്തും നമ്മളത് ഒഴിവാക്കുന്നത്. പക്ഷേ ഇടയ്ക്കുള്ള ചില സുഹൃത്തുക്കളിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളത് പറയാറുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം? അവസാനത്തെ നൂന് ശരിക്കും അവിടെ സുക്കൂനാണോ? അല്ല. പക്ഷേ പാരായണം നിർത്താൻ വേണ്ടി നമ്മളവിടെ സുക്കൂന് കൊടുക്കും, അല്ലേ? നമ്മളായിട്ട് അവിടെ സുക്കൂന് കൊടുക്കും. അപ്പോൾ യഅഖിലൂന എന്നുള്ളത് യഅഖിലൂൻ എന്നാവും നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുമ്പോൾ. നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്ന, അവിടെ ശരിക്കും സുക്കൂനല്ല, നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്ന ഒരു അക്ഷരത്തിൽ പാരായണം നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടൽ വന്നാൽ ആ നീട്ടലിനെയാണ് മദ് ആരിൽ എന്ന് പറയാം. ഈ മദ് ആരിലിന് 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. 6 വരെ വേണം നിർബന്ധമല്ല. 2 ഹർക്കത്ത് ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 വരെ ആവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ എന്ന് പറഞ്ഞത്. അത് മദ് ആരിലായതുകൊണ്ട് 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അതാണ് നമ്മൾ ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون
വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഈ ആയത്തുകളിൽ പല സ്ഥലങ്ങളിലും ഹർഫ് ജറുകൾ വന്നിട്ടുണ്ട്. അല എന്ന് വന്നിട്ടുണ്ട്, ഫീ എന്ന് വന്നിട്ടുണ്ട്. ഈ അല, ഫി, ഇല, അൻ ഇങ്ങനെയുള്ളതൊക്കെ ഹർഫ് ജറുകളാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതായത് സാധാരണ കസർ കൊണ്ടോ കസർ തെൻവീനോടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, അല അഫ്വാഹി എന്നാണ് പറഞ്ഞത്, അഫ്വാഹു എന്നല്ല, അഫ്വാഹി. എന്തുകൊണ്ടാണ് അഫ്വാഹി എന്ന് എഴുതിയത്? അല വന്നതുകൊണ്ട്, അല ഹർഫ് ജർ ആയതുകൊണ്ട്. അതേപോലെ തന്നെയാണ് അല അയുനി, അവിടെ അയുനി എന്ന് എഴുതി, അല വന്നതുകൊണ്ടാണ്. അതേപോലെ അല മെക്കാനത്തി, മെക്കാനത്തു എന്നല്ല മെക്കാനത്തി എന്നാണ്. എന്തുകൊണ്ടാണ്? അല വന്നതുകൊണ്ട്. അതേപോലെ ഫിൽ ഹൽഖി, അവിടെ ഫി വന്നതുകൊണ്ടാണ് ഹൽഖി എന്ന് എഴുതിയത്. അപ്പോൾ ഇതൊക്കെ ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടിയിട്ടുണ്ട്, കസർ കൊണ്ടാണ് അവിടെ ജറ് കാണിച്ചിട്ടുള്ളത്. ഇനി അഫ്വാഹി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഹിം എന്നാണ് ചേരുക. അതായത് ഹും എന്ന് ചേർക്കണോ ഹിം എന്ന് ചേർക്കണോ? ഈ ഹും എന്ന് പറഞ്ഞാലും ഹിം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിൽ ഹിം എന്നേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കൂ, അഫ്വാഹി ഹിം, അതേപോലെ അയുനി ഹിം, മെക്കാനത്തി ഹിം, അവിടെയൊക്കെ ആ ഒരു അവസാനത്തെ അക്ഷരത്തിന് കസറായതുകൊണ്ട് അതിനോട് ചേർത്ത് പിന്നെ ഹിം എന്നേ ചേർക്കാൻ പറ്റുള്ളൂ. അതേസമയം അവിടെ ലമ്മാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഹും എന്നാണ് ചേർക്കുക, അഫ്വാഹു ഹും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, അർജുലു എന്ന് കഴിഞ്ഞിട്ട് അർജുലു ഹും, അവിടെ ആ ലമ്മ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹും എന്നാണ് ചേർക്കുക. ഇനി വ തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കുകയും ചെയ്യും. ഇവിടെ സംശയം തോന്നാം, തുക്കല്ലിമുന എന്ന് പറയുമ്പോൾ നാം സംസാരിക്കുക എന്നുള്ള അർത്ഥമല്ലേ കിട്ടുക? അല്ല, കാരണം അത് മാലിയുടെ കൂടെ അവസാനത്തിൽ നാ എന്ന് ചേർക്കുമ്പോഴാണ് നാം എന്ന് ചേർക്കുക. ഇപ്പോൾ കല്ലമ സംസാരിച്ചു, കല്ലം നാ നാം സംസാരിച്ചു. അതേസമയത്ത് മുളാരി പറയുമ്പോൾ യുക്കല്ലിമു, തുക്കല്ലിമു എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കും, സംസാരിക്കുന്നു, അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുമ്പോൾ നമ്മോട് എന്നാണ് പറയുക. നാം സംസാരിക്കുന്നു എന്ന് മുളാരിയായ രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലാണ് മാറ്റം വരുത്തുക, നുക്കല്ലിമു എന്നാണ് വരിക. തുക്കല്ലിമു എന്നുള്ളതിന് പകരം നുക്കല്ലിമു ആണെങ്കിൽ നാം സംസാരിക്കും, നാം സംസാരിക്കുന്നു. അതേസമയത്ത് അവസാനത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ ചേർക്കുമ്പോൾ നമ്മോട് എന്നുള്ള അർത്ഥമാണ് കിട്ടുക, മുളാരിയുടെ കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ വ തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കുകയും ചെയ്യും. ഇനി എന്തുകൊണ്ട് യുക്കല്ലിമു ഉപയോഗിക്കാതെ തുക്കല്ലിമു ഉപയോഗിച്ചു? താ കൊടുത്തു തുടക്കത്തിൽ, യാ ഉപയോഗിക്കാതെ. യുക്കല്ലിമു ആണെങ്കിൽ പുല്ലിംഗാണ്, തുക്കല്ലിമു ആണെങ്കിൽ സ്ത്രീലിംഗാണ്. എന്തുകൊണ്ടാണ് സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം? ഈ സംസാരിക്കുക എന്നുള്ളത് എന്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? എന്ത് സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്? അതാണ് ഫായിൽ. ഐദീഹിം, ഐദ് കൈകൾ. കൈകൾ എന്നുള്ളത് സ്ത്രീലിംഗാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഇരട്ടയായിട്ടുള്ള അവയവങ്ങളൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഐദ്, അത് നമ്മുടെ ശരീരത്തിലുള്ള ഇരട്ടയായിട്ടുള്ള അവയവങ്ങളാണല്ലോ, രണ്ട് കൈകളുണ്ടല്ലോ. അപ്പോൾ അത് സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ യുക്കല്ലിമു പറയാൻ പറ്റില്ല. ആ കൈകൾ സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അവിടെ തുക്കല്ലിമു പറയണം, കാരണം സ്ത്രീലിംഗത്തിനെ പറ്റിയാണ്. അപ്പോൾ തുക്കല്ലിമുന ഐതിഹ്യം, ആ കൈകൾ നമ്മോട് സംസാരിക്കും. അപ്പോൾ ഐദ് എന്നുള്ളത് അവിടെ ഫായിലാണ്, അത് റഫിൻ്റെ സ്ഥാനത്താണ്, അതങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. അതുപോലെ വ തഷ്ഹദു, സാക്ഷ്യം വഹിക്കും. എന്തുകൊണ്ട് യഷ്ഹദ് ഉപയോഗിച്ചില്ല? എന്ത് സാക്ഷ്യം വഹിക്കുന്ന കാര്യമാണ് പറഞ്ഞത്? അർജുൽ, കാലുകൾ. അപ്പോൾ ശരീരത്തിലുള്ള ഇരട്ട അവയവം ആയതുകൊണ്ട് അർജുൽ, കാലുകൾ എന്നുള്ളതും സ്ത്രീലിംഗാണ്. അതുകൊണ്ട് യഷ്ഹദ് പറ്റൂല, തഷ്ഹദ് ഉപയോഗിക്കണം. തഷ്ഹദു അർജുലുഹും. അപ്പോൾ ആ അർജുൽ എന്നുള്ള അവിടെ ഫായിലാണ്, അത് റഫ് കിട്ടിയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ലമ്മ് കൊണ്ട് ആ റഫിനെ സൂചിപ്പിച്ചിട്ടുണ്ട്, അർജുലു എന്നുള്ള രൂപത്തിൽ. ഇനി ഇന്ന് പഠിച്ച ക്ലാസ്സിൽ പല സ്ഥലങ്ങളിലും ഈ ഹിം എന്നും ഹും എന്നൊക്കെ വന്നല്ലോ. അഫ്വാഹി ഹിം, അർജുലുഹും, അതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അഫ്വാഹ് എന്നുള്ളത് ഹിം എന്നുള്ളതിലേക്ക് ചേർത്തു, അല്ലെങ്കിൽ അർജുൽ എന്നുള്ളത് ഹും എന്നുള്ളതിലേക്ക് ചേർത്തു. അങ്ങനെ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലൈഹി എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ആ ഹിം എന്നുള്ളതും ഹും എന്നുള്ളതൊക്കെ മുലാഫിൻ ഇലൈഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മുലാഫിൻ ഇലൈഹിയുടെ പ്രത്യേകത അതിന് എപ്പോഴും ജെറ് കിട്ടിയ അവസ്ഥയിലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഹിം ഹും എന്നുള്ളതൊക്കെ അത് മബിനിയായ പദം എന്നാണ് പറയുക, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ജെറ് എന്ന് പറയുമ്പോൾ അവസാനത്തിൽ കൊണ്ടുപോയിട്ടൊരു കസർ കാണിക്കും, അല്ലേ? ബൈത്ത് എന്നുള്ളതിന് ബൈത്തി എന്ന് പറയുമ്പോഴാണ് ജെറ് കിട്ടിയ രൂപത്തിൽ നമ്മൾ പറയാം. പക്ഷേ ഇവിടെ ഹും എന്നുള്ളതിന് ഹുമി എന്ന് എഴുതാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ജെറ് കാണിക്കാൻ വേണ്ടി കസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.